ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാത്സിഡോ. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ കുറച്ച് പോർഷൻസ് ആയിട്ടാണ്. പൊതുവെ എല്ലാവർക്കും ഇംഗ്ലീഷ് ഭയങ്കര ടഫാന്ന് പറയണ കേൾക്കാം. ഗ്രാമർ ബുദ്ധിമുട്ടാണ്, ഗ്രാമറിലാണ് മാർക്ക് പോകുന്നത് എന്നൊക്കെ പറയണ കേൾക്കാം. ബട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഗ്രാമർ, അതായത് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് ഗ്രാമേഴ്സ് ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. റെഡി? ഓക്കെ, ലെറ്റ്സ് ബി ഷദാ ഹിയർ. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ആക്ച്വലി തള്ളി എഴുതാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണിത് ഇംഗ്ലീഷ്. പക്ഷെ എന്നിരുന്നാലും കുറച്ചധികം മാർക്ക് വരുന്നത് ഏത് ഭാഗത്താണ്? ഗ്രാമർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കുറയാനുള്ള സാധ്യത എവിടെ തന്നെയാണ്? ഗ്രാമർ പോർഷൻ ആണ്. ഇപ്പൊ ഡിസ്കോസുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു പാഠം ഏകദേശം അറിഞ്ഞാൽ തന്നെ ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും? തള്ളി 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 എഴുതാൻ പറ്റും. പക്ഷെ ഗ്രാമർ ഈ മാത്സ് പോലൊക്കെ തന്നെയാണ്. എന്ത് കറക്റ്റ് സാധനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അത് പ്രോപ്പർ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റൂല. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കുറച്ച് ഗ്രാമർ പോർഷൻസും അതിന്റെ 2-3 ക്വസ്റ്റ്യൻസും മാത്രമാണ്. ഓക്കെ, ഇത് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഗ്രാമറിലെ ഒട്ടുമിക്ക കാര്യങ്ങളും സുഖസുന്ദരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച്, ഡിറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്ട് സ്പീച്ച്. ഡിറക്ട് സ്പീച്ച് ടു ഇൻഡയറക്ട് സ്പീച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് അതില്ലാത്തൊരു ചോദ്യ പേപ്പർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത്രത്തോളം 2 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണിത് റിപ്പോർട്ടഡ് സ്പീച്ച്. പക്ഷെ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഇതിപ്പോ കോൺവെർസേഷൻ ആണോ? ചില സമയത്ത് തോന്നും ഇതിപ്പോ കോൺവെർസേഷന്റെ ബാക്കി എഴുതാനാണോ എന്നൊക്കെ തോന്നും. പക്ഷെ അതിന്റെ മുകളിൽ തന്നെ നമുക്കൊരു 31ാമത്തെ ചോദ്യം, 30ാമത്തെ ചോദ്യത്തിന്റെ ഏകദേശം ആ ഒരു ഭാഗത്തായിട്ട് സ്ഥിരമായിട്ട് വരുന്ന സാധനമാണ് റിപ്പോർട്ട് ദ ഫോളോയിങ് എന്നുള്ളത്. സോ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്നാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, റെഡി? സോ ആദ്യം നമുക്ക് നോക്കാനുള്ളത് എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളത്. റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു സംഭവം കേട്ടു, ആ കേട്ടത് നമ്മൾ 3ാമത്തെ ഒരാളോട് നമ്മൾ എന്ത് ചെയ്യാണ്? പോയി പറയണം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? നമുക്കൊരു ചങ്ക് ഇടുന്നത് കുട്ടിക്കോ, ഇവൻ എന്ത് ചെയ്യും? നമ്മളോട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഥ പറയും. നമ്മളിത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്ത് ചെയ്യും? അപ്പുറത്തെ ആളോട് പോയി പറയാനുള്ള ഒരു തിടുക്കത്തിലായിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ പറയുന്നത് മറ്റാള് അല്ലെങ്കിൽ അവൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഞാന് നിങ്ങളെ ഒരാളടുത്ത് വന്നിട്ട് പറയാണ് എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയാണ്. ഇത് കേട്ട പൊലിവിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി പറയും, അതെ ശത പറഞ്ഞു അവൾക്ക് എന്നെ ഇഷ്ടമാണ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ 3ാമത്തെ ഒരാളോട് റിപ്പോർട്ട് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ? റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയും. ഇതിൽ നമ്മളിങ്ങനെ വലുതാക്കി കാണുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് വളരെ സുഖസുന്ദരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോ ഇതിൽ നമ്മളിതാ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഡിറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോ പ്രനൗണുകൾ. ഏതൊക്കെയാ പ്രനൗണുകള്? ഐ, യു, ദേ, വി. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണിത്. ഐ, യു, പിന്നെ ദേ, വി, പിന്നെയോ ഹി, ഷി, ഇറ്റ്. ഇതുപോലത്തെ വരുന്ന സംഭവങ്ങളിൽ നമുക്ക് എന്തൊക്കെ മാറ്റമാണ് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. ഇതില് വളരെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ സംഭവം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് പ്രനൗണുകളിൽ വരുന്ന മാറ്റം. അത് ആദ്യം തന്നെ കാണാതെ പഠിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു പ്രനൗണ് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം, ഇത് ഇങ്ങനെ മാറ്റാനുള്ളതാണ് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഡയറക്റ്റ് സ്പീച്ചിൽ നമ്മളിതാ ഐ എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഐനെ നമ്മൾ ഐ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാനാണ് അല്ലെ? നമ്മൾ 3ാമത്തെ ഒരാളോട് പോയി പറയുമ്പോൾ ഞാൻ എന്ന് പറയോ? അയാൾ എന്നാണ് പറയാ, അവൾ എന്നാണ് പറയാ, അവൻ എന്നാണ് പറയാ അല്ലെ? അപ്പൊ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ മാറും? ഹി എന്ന് മാറും. പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് മാറും? ഷീ എന്ന് മാറും. അതുപോലെ തന്നെയാണ് യു എന്തായിട്ട് മാറും? ഹി, ഷി. യുവിനെ നമ്മൾ സിംഗുലർ ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ യു എന്താണ്? പ്ലൂറൽ ആയിട്ടും വരാറുണ്ട്. അങ്ങനെ പ്ലൂറൽ ആയിട്ട് വരുന്ന സമയത്ത് യു മാറുന്നത് എങ്ങനെയായിരിക്കും? ദേ എന്നുള്ള രീതിയിൽ ആയിരിക്കും. അടുത്ത പ്രൊനൗൺസിൽ വരുന്ന മാറ്റം മൈ എന്തായിട്ട് മാറും? ഹിസ് അല്ലെങ്കിൽ ഹർ. എന്റെ എന്നുള്ളത് അവന്റെ അല്ലെങ്കിൽ അവളുടെ. യുവർ എന്നുള്ളത് എന്താകും? വീണ്ടും സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ അവന്റെ അവരുടെ. യു
പ്ലൂറൽ കോണ്ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? അവരുടെ, their എന്നായിട്ട് മാറും. me എന്നുള്ളത് him അല്ലെങ്കിൽ her. പിന്നെയോ we എന്നുള്ളത് they, our, their, us, them. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. ഇതാണ് പ്രൊനൗൺസിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പൊ പ്രൊനൗണുകൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മതി. കാരണം എന്താണ്, ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ടെൻസുകളിൽ വരുന്ന മാറ്റമാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാര്യം റിപ്പോർട്ടഡ് സ്പീച്ച് എപ്പോഴും ശ്രദ്ധിച്ചോ, പ്രസന്റ് ടെൻസിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ഒരിക്കലും ഉണ്ടാവില്ല. പാസ്റ്റ് ടെൻസിലായിരിക്കും റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്തും റിപ്പോർട്ട് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ അതെന്തിലേക്ക് മാറ്റണം? ആ ഒരു ഫോമിന്റെ പാസ്റ്റിലേക്ക് മാറ്റണം. നോട്ട് ദ പോയിന്റ്, പാസ്റ്റിലേക്ക് മാറ്റണം. ഇപ്പൊ നമുക്കറിയാം 12 ടെൻസുകളാണ് നമുക്ക് ഇംഗ്ലീഷിലുള്ളത്. എത്ര ടെൻസുകളാ? 12 ടെൻസുകളാണുള്ളത് അല്ലെ? സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് തന്നെ സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റിന്റെ ഫോമാറ്റ് എന്താ? സിമ്പിൾ പ്രസന്റിന്റെ ഫോമാറ്റ് ഇതാ: സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്ട്. സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ കണ്ടോ? ഐ വോണ്ട് ടു ലീവ് നൗ. ഐ വോണ്ട് ടു ലീവ് നൗ. എനിക്കിപ്പൊ തന്നെ പോകണം. ഐ സബ്ജക്ട് അല്ലെ? വോണ്ട് എന്താണ്? V1 ഫോം. ടു ലീവ് നൗ എന്താണ്? ടു ലീവ് നൗ എന്നുള്ളത് എന്താണ്? ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കും. ഇപ്പൊ ഇത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ് അല്ലെ? പ്രസന്റ് സിമ്പിൾ ആണ്. പ്രസന്റ് സിമ്പിൾ നമ്മൾ നേരെ പാസ്റ്റിലേക്ക് മാറ്റുമ്പോ എന്താകും? നേരെ അതെന്താകും? പാസ്റ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആകും. അപ്പൊ എങ്ങനെ വരും? ഐ വോണ്ട് എന്നുള്ളത് പ്രസന്റും പാസ്റ്റും എവിടെയാ വരുന്നത്? വേർബിലാണ് അല്ലെ? വോണ്ട് എന്നത് എന്താവും? നേരെ അതിന്റെ പാസ്റ്റ് ഫോം ആയിട്ടുള്ള വാണ്ടഡ് എന്നതിലേക്ക് മാറും. വാണ്ട് എന്നുള്ളത് എന്തായിട്ട് മാറും? വാണ്ടഡ് എന്നുള്ളതിലേക്ക് മാറും. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത് നോക്കാം. ഐ ആണ് ഫസ്റ്റ് ഉള്ളത് അല്ലെ? ഐ എന്നുള്ളത് എന്തായിട്ട് മാറണം? നമ്മൾ നേരത്തെ പറഞ്ഞു ഹി അല്ലെങ്കിൽ ഷീ ആയിട്ട് മാറണം. ഇവിടെ ഷീ സെഡ് ദാറ്റ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ട ഒരു വാക്യമാണ്, ഒരു സെന്റൻസ് ആണിത്. ഷീ സെഡ് ദാറ്റ്. അവൾ പറയുകയുണ്ടായി. ഷീ സെഡ് ദാറ്റ്. എന്താണ് അടുത്തതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട സാധനം? ഐ എന്നുള്ളത് എന്താകും? ഹി അല്ലെങ്കിൽ ഷീ ആയിട്ട് മാറും. ഇവിടെ നമ്മൾ ഷീ ആണ് കൊടുത്തിട്ടുള്ളത്. ഐ എന്നുള്ളത് ഷീ ആകും. അടുത്തത് വോണ്ട്. വോണ്ട് എന്താണ്? വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്? റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ പ്രസന്റിനെ എന്താക്കി മാറ്റണം? പാസ്റ്റ് ആക്കിയിട്ട് മാറ്റണം. അപ്പൊ വാണ്ടിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? വാണ്ടഡ്. അപ്പൊ അടുത്തതാ ഷീ വാണ്ടഡ് ടു ലീവ്. ടു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് മാറ്റേണ്ട ആവശ്യമില്ല. അതിന്റെ വേർബിന്റെ ഫസ്റ്റോ സെക്കൻഡോ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ടു വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ ആ വേർഡ് അതേപോലെ വരുള്ളൂ. അപ്പൊ എന്താണ്? അതുകൊണ്ട് ലീവിനെ നമ്മൾ എന്താക്കണ്ട? ലെഫ്റ്റ് ആക്കി മാറ്റണ്ട. ഷീ സെഡ് ദാറ്റ് ഷീ വാണ്ടഡ് ടു ലീവ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കിക്കോ, നൗ. നൗ എന്നുള്ളത് നമ്മൾ ഇപ്പൊ പറയുമ്പോഴാണ് എന്ത്? ഇപ്പോൾ. പക്ഷെ നമ്മൾ വേറൊരാളോട് പറയുമ്പോ എന്താണ്? അതാ ഇപ്പോൾ ആയിട്ട് മാറും അല്ലെ? അപ്പൊ നൗ എന്നുള്ളത് എന്തായിട്ട് മാറും? ദെൻ. നൗ എന്നുള്ളത് എന്തായിട്ട് മാറും? ദെൻ. അപ്പൊ ടുഡേ എന്നുള്ളത് എന്തായിട്ട് മാറും? ദാറ്റ് ഡേ. ടുമോറോ എന്നുള്ളത് എന്തായിട്ട് മാറും? ദി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ ഫോളോയിങ് ഡേ. കഴിഞ്ഞ മാസം, ലാസ്റ്റ് മന്ത് എന്നുള്ളത് എന്തായിട്ട് മാറും? ദ പ്രീവിയസ് മന്ത്. അങ്ങനെ കുറച്ച് മാറ്റങ്ങളും കൂടുതലായിട്ട് വരും. വളരെ സിമ്പിൾ ആയിട്ട്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട, വളരെ സിമ്പിൾ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് എന്തായിട്ട് മാറും? സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും. സിമ്പിൾ പാസ്റ്റിന്റെ ഫോർമാറ്റ് എന്താ? സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്ട്. ഓക്കെ, സോ സിമ്പിൾ. അപ്പോ ഒന്നും ചിന്തിക്കേണ്ട. സിമ്പിൾ പ്രസന്റ് എന്തായിട്ട് മാറുന്നു? നേരെ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറുന്നു. അടുത്തത് എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ്.
സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആവാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് എന്തായിട്ട് മാറും? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. വെരി സിമ്പിൾ. നേരെ പ്രസന്റ് കണ്ടിന്യൂസിന് നമ്മൾ എന്ത് ചെയ്യണം? പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. അപ്പൊ നമുക്കറിയാം പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ അതിൽ എന്തുണ്ടാകും? ING ഉണ്ടാവും അല്ലെ? അതിന്റെ ഫോർമാറ്റ് എന്താ? സബ്ജക്റ്റ് പ്ലസ് വേർബിന്റെ ഈസ് ആർ പ്ലസ് വേർബിന്റെ ING പ്ലസ് ഒബ്ജക്ട്. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുത്തിരികെ എഴുതാണ്, കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്യാം? സബ്ജക്ട് പ്ലസ് ഈസ് ആർ ഏതെങ്കിലും ഒരെണ്ണം പ്ലസ് വേർബിന്റെ ING പ്ലസ് ഒബ്ജക്റ്റ് ആണ് എന്ത്? പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ്. ഇവിടെ നേരെ നോക്കിക്കോ. ഐ ആം ബിൽഡിംഗ് എ ഷെഡ്. ഞാനൊരു ഷെഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഐ വരുമ്പോ ഈസ് ആർ ഏതാ വരാ? ഐ ആം ബിൽഡിംഗ്. അങ്ങനെ ഒരു വേർബിന്റെ ING കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് ഏതാണ്? ഇറ്റ്സ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ട് എന്തായിട്ട് മാറും? പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. അപ്പൊ നേരെ നോക്കിക്കോ. ഇതാ ഐ ആം ബിൽഡിംഗ് എ ഷെഡ്. ഞാൻ എന്ത് ചെയ്യാണ്? ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനല്ലേ? അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ എന്ത് പറയണം? ഹി സെഡ് ദാറ്റ്. ഹി അല്ലെങ്കിൽ ഷീ, ആരാണോ പറഞ്ഞത് അതിനനുസരിച്ച്. ഹി സെഡ് ദാറ്റ്, അവൻ പറയുകയുണ്ടായി. ഐ എന്നുള്ളത് എന്താകും? ഇവിടെ ബോയ് ആയതുകൊണ്ട് ഹിയോ ഷിയോ ഏതാ വരാ? ഹി ആണോ ഷി ആണോ വരാ? ഇറ്റ്സ് ഹി. ആൺകുട്ടിയല്ലേ? ആൺകുട്ടി ആയതുകൊണ്ട് എന്ത് വരും? ഹി എന്ന് വരും അല്ലെ? അപ്പൊ എന്ത് പറയും? ഹി സെഡ് ദാറ്റ് ഹി. ഐ എന്നുള്ളത് ഹി ആയി. ഈസ് ആറ്. നേരെ പാസ്റ്റ് ടെൻസ് എന്താ? വാസ് അല്ലെങ്കിൽ വേറെ. സിംഗുലർ ആണെങ്കിൽ വാസ്, പ്ലൂറൽ ആണെങ്കിൽ വേറെ. സിംഗുലർ വാസ്, പ്ലൂറൽ വേർ. ഓക്കെ. ഇപ്പൊ ഇവിടെ എന്താണ്? ഹി ഒറ്റൊരാളിലുള്ളൂ, കുറെ ആൾക്കാരില്ലല്ലോ. അപ്പൊ എങ്ങനെ മാറും? ഐ ആം ബിൽഡിംഗ് എ ഷെഡ്. ഐ എന്നുള്ളത് എന്തായി? ഹി ആയി. ഇനി ആം ഹി ഒറ്റൊരാളായതുകൊണ്ട് നേരെ അതിന്റെ പാസ്റ്റ് ചെയ്ത് വരും. വാസ് ആണോ വേറാണോ വരാ? വാസ് വരും അല്ലെ? ഏതാണ്? ഹി സെഡ് ഹി വാസ്. അടുത്തത് ബിൽഡിങ്ങിന് എന്തെങ്കിലും മാറ്റം വേണോ? വേണ്ട. കാരണം കണ്ടിന്യൂസ് ടെൻസിൽ എല്ലാ വേർബിന്റെ എന്തായിരിക്കും വരാ? ING തന്നെ ആയിരിക്കും വരിക. അപ്പൊ ഇങ്ങനെ വരും ഹി സെഡ് ഹി വാസ് ബിൽഡിംഗ് എ ഷെഡ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ഉള്ളത് നേരെ എന്തായിട്ട് മാറി? പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിലൊന്നും നോക്കാതെ പറഞ്ഞേ. പ്രസന്റ് പെർഫെക്റ്റ് എന്തായിട്ട് മാറും? സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആയി. പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് എന്തായിട്ടാ മാറുക? അതെ, എന്തായിട്ടാ മാറുക? പാസ്റ്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. ഇതാ അടുത്ത എക്സാമ്പിൾ നമുക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ഇതാ വന്നിട്ടുള്ളത്, നോക്കിക്കോ. ഐ ഹാവ് ബോട്ട് എ ന്യൂ ഡ്രസ്. ഞാനൊരു പുതിയ വസ്ത്രം വാങ്ങിയിട്ടുണ്ട്. ഉണ്ട്. ഐ ഹാവ് അല്ലെങ്കിൽ ഹാസ്. ഇതാ അവിടെ നോക്കിക്കോ. ഹാവ് അല്ലെങ്കിൽ ഹാസ്. ഐ ഹാവ് ബോട്ട് എ ന്യൂ ഡ്രസ്. ഹാവ് അല്ലെങ്കിൽ ഹാസ് ആണ് എന്ത് ചെയ്യാ വരിക അല്ലെ? ഇനി നമുക്ക് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ. കാര്യം എല്ലാം കൂടാകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇതാ ഹാവ് അല്ലെങ്കിൽ ഹാസ്. ഐ വരുമ്പോ, വി വരുമ്പോ, പ്ലൂറൽ ഫോം ഒക്കെ വരുമ്പോ ഹാവ് ആണ് ഉപയോഗിക്കുക. ഏതാണ് ഉപയോഗിക്കുക? ഹാവ് ആണ് ഉപയോഗിക്കുക. മറിച്ച് ഹിയോ ഷിയോ ഇറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതാ വരിക? ഹാസ് ആണ് വരിക. അപ്പൊ ഇതിന്റെ ഫോർമാറ്റ് എന്താ? സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചോ, ഫോർമാറ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വേർബിന്റെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്ട്. ഹാസ്, ഹാവ്, ഹാഡ്. പെർഫെക്റ്റ് ടെൻസിൽ ഉറപ്പായിട്ടും എന്താണ് വരിക? വെർബിന്റെ മൂന്നാമത്തെ രൂപമായിരിക്കും വരിക. ഓക്കെ. അപ്പൊ ദാ സബ്ജക്ട് പ്ലസ് ഹാസ്, ഹാവ്, V3 പ്ലസ് ഒബ്ജക്ട്. ഇതാ ഈ ഒരു ഫോമിൽ നമുക്ക് നോക്കാം. ഇവിടെ ഏതാണ് സബ്ജക്ട് വന്നിട്ടുള്ളത്? ഐ ഹാവ് V3 ഫോം ഏതാണ്? ബൈൻ്റെത് എന്താ V3 ഫോം? ബൈ, ബോട്ട്, ബോട്ട്. ഐ ഹാവ് ബോട്ട് എ ന്യൂ ഡ്രസ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? പ്രസന്റ് പെർഫെക്റ്റ് നേരെ എന്തായിട്ടാണ് മാറുക? പാസ്റ്റ്
പെർഫെക്റ്റ് അല്ലെ. ഇനി പാസ്റ്റ് പെർഫെക്റ്റിന്റെ രൂപം എങ്ങനെയാ വരാ നോക്കിക്കോ. എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഹാവിന്റെ പാസ്റ്റ് എന്താ ഇപ്പൊ ഹാവിന്റെ പാസ്റ്റ്? അതെ, കറക്റ്റ് ആണ്. എന്താണ്? ഇറ്റ്സ് ഹാഡ്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്ട്. നിങ്ങൾക്ക് തന്നെ എല്ലാം അറിയാം. അപ്പോ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ആലോചിച്ചോ. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ് വരുന്നത് അല്ലെ. അപ്പോ ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. ഇപ്പൊ നമ്മൾ ഫോർമാറ്റ് പഠിച്ചു. ഇനി നമ്മൾ അത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ വരുമ്പോ നോക്കിക്കോ. ഐ ഹാവ് ബോട്ട് എ ന്യൂ ഡ്രസ് എന്നുള്ളത് ഒരാള് പറയുന്നു അല്ലെ. ഇത് പറഞ്ഞ് കേട്ട ആള് മറ്റാളോട് പോയി പറയാണെന്ത്? പാസ്റ്റ് പെർഫെക്റ്റിലാക്കി പറയണത് ഷീ സെഡ് ദാറ്റ്. അത് പറയണത് ഇന്നയാള് പറഞ്ഞു എന്നുള്ളത് പറയണം അല്ലെ. ഷീ സെഡ് ദാറ്റ്. അവള് പറഞ്ഞു. എന്ത്? ഐ എന്നുള്ളത് എന്താകും? ഹി അല്ലെങ്കിൽ ഷീ. ഇവിടെ നമ്മൾ ഷീ സെഡ് ദാറ്റ് എന്നുള്ളത് ആക്കിയതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? ഷീ എന്നെടുക്കാം. ഐ എന്നുള്ളത് എന്തായി? ഷീ ആയി അല്ലെ. ഷീ സെഡ് ദാറ്റ്. ഷീ. ഓക്കെ. ഹാവ് നമ്മൾ പാസ്റ്റ് ആക്കുമ്പോ ഹാഡ്. അപ്പൊ എന്താണ്? ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബോട്ട് ടുമോറോ. ഇല്ല, V3ക്ക് മാറ്റമല്ല. ഹാസോ ഹാവോ ഹാഡോ വന്നു കഴിഞ്ഞാൽ V3 തന്നെയാണ്. അതിൽ യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല. അപ്പൊ എന്ത് വരും? ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് വീണ്ടും ബോട്ട് എ ന്യൂ ഡ്രസ്. ഓക്കെ. ഇനി അടുത്തത് ഇപ്പൊ നമ്മള് പ്രസന്റിൽ എന്താക്കണം എന്ന് പറഞ്ഞു? പാസ്റ്റിലാക്കണം എന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ ഓൾറെഡി പാസ്റ്റിൽ കിടക്കുന്ന ഒരു സാധനത്തിന് അപ്പോൾ നമ്മൾ എന്താക്കാൻ മാറ്റാം? പ്രസന്റ് ഉള്ളത് പാസ്റ്റ് ആയി. അപ്പൊ സിമ്പിൾ പാസ്റ്റിൽ കിടക്കുന്ന സാധനത്തിന് ഇനി എന്താക്കി മാറ്റും? ശ്രദ്ധിച്ചോ, വെരി ഇമ്പോർട്ടന്റ്. സിമ്പിൾ പാസ്റ്റിൽ കിടക്കുന്ന സാധനം നേരെ എങ്ങോട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. ഇത് മാത്രമാണ് ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് വരുന്നത്. സിമ്പിൾ പാസ്റ്റിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റിലേക്കായിട്ട് മാറും. എക്സാമ്പിൾ നോക്കിക്കോ. ദ പ്ലെയിൻ അറൈവ്ഡ് ലേറ്റ്. ഇവിടെ നേരെ ഇങ്ങോട്ട് വരുമ്പോ എന്ത് വരും? ഹി സെഡ് ദാറ്റ്. പ്ലെയിൻ എന്തെങ്കിലും മാറ്റം വരുമോ? പ്രനൗൺ ആണോ? അല്ല. അപ്പൊ അത് അതേപോലെ എഴുതുക. ദ പ്ലെയിൻ അറൈവ്ഡ് എന്നുള്ളത് എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ പറഞ്ഞു ഹാഡ് പ്ലസ് V3 അല്ലെ. ഹാഡ് പ്ലസ് V3 ആണ്. അപ്പൊ എന്ത് വന്നു? ഹി സെഡ് ദാറ്റ് ദ പ്ലെയിൻ ഹാഡ് അറൈവ്ഡ് ലേറ്റ്. അപ്പൊ ഇത്രയും ടൈംസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ നിങ്ങൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ പുഷ്പം പോലെ എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തത് കുറച്ച് മോഡൽ വേർബ്സിൽ വരുന്ന മാറ്റം. വിൽ എന്താകും? വുഡ് ആകും. അതുപോലെ ക്യാൻ കുഡ് ആകും. മേ മൈറ്റ് മസ്റ്റ് ഹാഡ് ടു ഹാഡ് ടു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമ്മൾ ടെൻസിൽ വരുന്ന മാറ്റം പഠിച്ചു, പ്രൊനൗൺസിൽ വരുന്ന മാറ്റം പഠിച്ചു. അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും പറയാം, ഇംഗ്ലീഷിൽ എത്ര ടൈപ്പ് സെന്റൻസുകളാണുള്ളത്? 4 ടൈപ്പ് സെന്റൻസുകൾ അല്ലെ. ഏതൊക്കെയാണ്? ഡിക്ലറേറ്റീവ്. എന്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കരുത് കേട്ടോ, ഭയങ്കര മോശമാണ്. ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അതിന് നമ്മൾ മറ്റൊരു പേര് പറയും. എന്ത്? ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള ആൾക്കാരുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. സോ അത് മനസ്സിലാക്കേണ്ടത് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ്. രണ്ടാമത്തത് എന്ത് വരുന്നു? ഇന്ററോഗേറ്റീവ്. മൂന്നാമത്തതോ? ഇംപറേറ്റീവ്. നാലാമത്തത് എക്സ്ക്ലമേറ്ററി. ആദ്യം നമ്മൾ പറയുന്നത് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ് സെന്റൻസ് എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണത്തെ സ്റ്റേറ്റ്മെന്റുകളാണ്. അതായത് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സാധാരണത്തെ സ്റ്റേറ്റ്മെന്റുകളാണിത് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ്. ഇന്ററോഗേറ്റീവ് എന്താണ്? നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലെ. ഇന്ററോഗേറ്റീവ് എന്താണ്? നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇംപറേറ്റീവ് എന്താണ്? നമ്മൾ കൊടുക്കുന്ന കമാൻഡോ അല്ലെങ്കിൽ റിക്വസ്റ്റോ ആണ് അല്ലെ. കമാൻഡോ അല്ലെങ്കിൽ
റിക്വസ്റ്റോ ആണ്. എക്സ്ക്ലമേറ്ററി എന്താണ്? നമ്മൾ ആശ്ചര്യത്തോടു കൂടി പറയുന്ന എക്സ്ക്ലമേറ്ററി ചിഹ്നത്തിൽ എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുന്ന സെന്റൻസുകളാണിത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇതിപ്പോ എന്തിനാ ഇവിടെ പറഞ്ഞത്? റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഭാഗത്ത് എന്തിനാ ഇത് പറഞ്ഞത്? അതാ ശ്രദ്ധിച്ചോ. അതായത് നമ്മൾ ഒരു സെന്റൻസ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് ഏത് ടൈപ്പ് സെന്റൻസ് ആണുള്ളത്. കാരണം ഓരോ ടൈപ്പിനും നമ്മൾ ഓരോ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഡിക്ലറേറ്റീവിൽ വരുമ്പോ സാധാ എന്താണ്, സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലെ, സ്റ്റേറ്റ്മെന്റുകളാണ്. സാധാ സ്റ്റേറ്റ്മെന്റുകൾ വരുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞാൽ മതി? ഹി സെഡ് ദാറ്റ് അല്ലെങ്കിൽ ഷീ സെഡ് ദാറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ മതി. പക്ഷേ ന്യൂ പേജ് എങ്ങനെ എടുക്കണ്ടേ? ഓക്കെ ഓക്കെ, ഹി സെഡ് ദാറ്റ് അല്ലെങ്കിൽ ഷീ സെഡ് ദാറ്റ്. ഇനി നമ്മൾ നേരെ എങ്ങോട്ട് വരും? ഓക്കെ, ഇന്ററോഗേറ്റീവ് സെന്റൻസ് രണ്ടാമത്തത് കേട്ടോ. ഇത് ഭയങ്കര ഒരു വില്ലനാണ്. കാരണം 2 ടൈപ്പ് ഇന്ററോഗേറ്റീവ് സെന്റൻസിലെ 2 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ഏതൊക്കെ 2 ടൈപ്പ് ചോദ്യങ്ങൾ? എന്താ വർത്താനം? ഒന്ന് ഇല്ലേ, നമ്മൾ പറയുന്നത് സുഖാണ്. എന്താ പേര്? ശത. പ്രോപ്പർ ആയിട്ട് നമുക്ക് ഉത്തരം ഉണ്ട് അല്ലെ. അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഉത്തരം വരുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? WH ക്വസ്റ്റ്യൻസ്. പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരം വരുന്ന WH ചോദ്യങ്ങൾ, അതായത് വാട്ട്, വിച്ച്, വെൻ, ഹൗ പോലത്തെ നമ്മളുടെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് പറയാം. അപ്പൊ രണ്ടാമത്തെ ചോദ്യങ്ങൾ എന്തായിരിക്കും? എക്സാമ്പിൾ ഞാൻ പറയണേ. കല്യാണം കഴിഞ്ഞതാണോ? അല്ല. രാവിലെ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. അല്ലെങ്കിൽ പറയണത് സിംഗിൾ ആണോ? പിന്നെ സുഖാണോ? അങ്ങനെ ആണോ അല്ലാന്നോ ഉത്തരം വരുന്ന, യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം ഉത്തരം വരുന്ന ചോദ്യങ്ങളുണ്ട് അല്ലെ. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ പറയുന്നതാണിത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. എന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. അപ്പൊ WH ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നത് എന്തിലായിരിക്കും? ക്വസ്റ്റ്യൻ വേർഡുകളായിരിക്കും അല്ലെ. ഏതാണ്? വാട്ട്, വിച്ച്, വെൻ, ഹൗ, വെയർ, ഹൂസ്, ഹൂം പോലത്തെ ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ്. അതിന് പ്രോപ്പറായിട്ട് നമുക്കൊരു ഉത്തരം പറയാനുണ്ടാകും. അത് WH ക്വസ്റ്റ്യൻസ്. അപ്പൊ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്തിലാ സ്റ്റാർട്ട് ചെയ്യാ? ശ്രദ്ധിച്ചോ. വെരി സിമ്പിൾ. ദാറ്റ് ഈസ് ഫ്രം ഓക്സിലറി വേർബ്സ്. ഓക്കെ, auxiliary verbs. These questions start by auxiliary verbs. Auxiliary verbs ഏതൊക്കെ? 24 auxiliary verbs ആണ് ഇംഗ്ലീഷിലുള്ളത് അല്ലെ. ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, വുഡ്, മേ, മൈറ്റ്, ക്യാൻ, കുഡ്, ഡു, ഡസ്, ഡിഡ് പോലത്തെ ഒരുപാട് ഒരു നീണ്ട ലിസ്റ്റ് വരുന്ന ഒരു 24 auxiliary വേർബുകളാണ് ഇംഗ്ലീഷിൽ വരുന്നത്. ഈ 24 auxiliary വേർബിൽ നിന്ന് ഏത് വെച്ച് തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസിനെയും നമുക്ക് എന്ത് പറയാം? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഇനി ഇതിനെ ഞാൻ ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ഹുക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, ഇതൊക്കെ വായിക്കട്ടെ. നമുക്കറിയാം WH ചോദ്യങ്ങളോ യെസ് ഓർ നോ ചോദ്യങ്ങളോ ആണുള്ളത് നമുക്കറിയാം. ഒന്നും വേണ്ട, ഒരു സെന്റൻസ് കണ്ടു. ആ സെന്റൻസിന്റെ നേരെ അവസാനം ചോദ്യം മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ആണ്. അത് കൺഫേം ആയി, ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? WH ക്വസ്റ്റ്യൻ ആണോ അതോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്നുള്ളതാണ്. സിമ്പിൾ ആണ്. ഓക്സിലറി വേർബിനൊക്കെ മനസ്സിൽ കളഞ്ഞോ. ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടോ? വാട്ട്, വിച്ച്, വെന്, വേർ, വാസ് പോലത്തെ, സോറി വാസ് അല്ല, വാട്ട്, വിച്ച്, വേർ, വെന്, ഹൗ പോലത്തെ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടോ? ഉറപ്പിച്ചോ WH ആണ്. ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലേ, അതെന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ. ഓക്കെ, അത്രേ ഉള്ളൂ. WH ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാകും. യെസ് ഓർ നോ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവില്ല. സോ സിമ്പിൾ. അതുകൊണ്ട് നിങ്ങൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഇനി ചിന്തിക്കണ്ട. അപ്പൊ നമ്മള് ഇത് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതണം? നമ്മൾ ചോദിക്കുകയാണല്ലോ അല്ലെ. അപ്പൊ സെഡ് ദാറ്റ് എന്ന് പറയോ? ഇല്ല. നമ്മൾ എന്ത് പറയണം? ഷീ ആസ്ക്ഡ്. ഷീ അല്ലെങ്കിൽ ഹി ആസ്ക്ഡ്. എന്നിട്ട് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാനിതാ പറയണേ. വാട്ട് ഈസ് യുവർ
name. What is your name? നോക്കിക്കോ, what is your name? നമുക്കറിയാം ഇവിടെ ഇങ്ങനത്തെ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫസ്റ്റിലേക്ക് വന്നു, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, അപ്പൊ ഉറപ്പിച്ചു അതെന്താണ്, ഏതായാലും ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മളത് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്തെഴുതാം അല്ലെ. അപ്പൊ ചോദ്യമായതുകൊണ്ട് നമുക്ക് എന്ത് പറയണം, ആദ്യം ചോദിച്ചു എന്ന് പറയണം അല്ലെ. അപ്പൊ നമ്മൾ എഴുതുന്നു ഹി അല്ലെങ്കിൽ ഷീ, ആരോ ആയിക്കോട്ടെ, ഹി ആസ്ക്ഡ്, കോമിട്ട്. ഇനി ഈ ചോദ്യം ഉണ്ടല്ലോ, ചോദ്യവാക്ക് WH ക്വസ്റ്റ്യൻ വരുമ്പോഴതാട്ടോ, ശ്രദ്ധിച്ചോ. ഈ ചോദ്യവാക്കിനെ അതേപോലെ അങ്ങ് ഇറക്കി എഴുതാം, വാട്ട് എഴുതാം. ഇനി അടുത്തത് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മാറ്റാം. അതായത് നമ്മളുടെ ഓക്സിലറി വേർബിനെയും നമ്മളുടെ മെയിൻ നൗണിനെയും സബ്ജക്റ്റിനെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മാറ്റി എഴുതാം. എന്താണ്, വാട്ട് യുവർ എന്നുള്ളത് എന്താകുമെന്ന് പറഞ്ഞത്, യുവർ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിട്ട് മാറും, ഹിസ്സോ അല്ലെങ്കിൽ ഹെറോ ആയിട്ട് മാറും അല്ലെ. വാട്ട് ഹിസ്. പിന്നെ ഇതാണല്ലോ ബാക്കി നമ്മളുടെ എന്ത് സബ്ജക്റ്റ് പോർഷൻ, വാട്ട് ഹിസ് നെയിം. പിന്നെ ഈസിന്റെ നേരെ അവസാനം ഈസ് എന്താകും, ഈസ് നേരെ പാസ്റ്റ് ആകും. ഈസിന്റെ പാസ്റ്റ് എന്താ, വാസ്. വാട്ട് ഹിസ് നെയിം വാസ്. എന്നിട്ട് പോയിട്ട് ഇതേപോലെ ചോദ്യം ഇടണോ, അവിടെ തന്നെ തെറ്റി. ഒരിക്കലും ആവേശത്തിന്റെ പുറത്ത് ഇടിയല്ലോ. ഇനി എന്താ, ലാസ്റ്റ് പോയിട്ട് എന്താ ചോദിച്ചിട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യരുത്, എല്ലാം കൂടെ കൊണ്ടുപോയി കുളമാക്കരുത്. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, ക്വസ്റ്റ്യൻ മാർക്കോ എക്സ്ക്ലമേഷൻ മാർക്കോ ഒന്നുമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പിൽ അവസാനിപ്പിക്കണം. ആവേശത്തിൽ ഉത്തരം കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് കൊണ്ടുപോയിട്ട് കല മുടക്കരുത് എന്ന് സാരം. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യണം, ലാസ്റ്റ് നമ്മൾ ഫുൾ സ്റ്റോപ്പിൽ തന്നെ അവസാനിപ്പിക്കണം. ആകെ ചെറിയൊരു സാധനം ഇവിടെ മാറ്റം ഉണ്ടാവുന്നുള്ളൂ. എന്ത്, ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മാറ്റണം. ഇവിടെ എന്തെങ്കിലും കിടക്കുന്നത് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് വേർബ് പ്ലസ് സബ്ജക്ട് എന്നുള്ള രീതിയല്ലേ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ സാധാ രീതിയായിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് വേർബ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി എടുക്കണം. ഇനി രണ്ടാമത്തെ കേസ് നോക്കിക്കോട്ടോ. ഒന്നാമത്തെ കേസ് നമ്മൾ പഠിച്ചിട്ടുള്ളേ, രണ്ടാമത്തെ ഒരു കേസ് ഉണ്ട്. ഒരു വില്ലൻ അവിടെ ഇപ്പോഴും ബാക്കിയാണ്. ആ വില്ലൻ ഏതാ, WH ക്വസ്റ്റ്യൻ എന്നുള്ളൊരു വില്ലനെ നമ്മൾ ഒതുക്കിയിട്ടുള്ളൂ. ഇനി ഒരു വില്ലനും കൂടെ ബാക്കിയുണ്ട്. അതേത് വില്ലനാ, യെസ് ഓർ നോ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, സൂപ്പർ ആയിട്ട് ഒതുക്കണം. നേരെ നോക്കിക്കോ, എന്താ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുക, ആർ യു സിംഗിൾ. ഇവിടെ ഇതാ ആർ യു സിംഗിൾ, താങ്കൾ സിംഗിൾ ആണോ. അപ്പോ ഇതാ സിംഗിൾ ചോദ്യാണ് അല്ലെ, ചോദ്യാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടതോടുകൂടി മനസ്സിലായി എന്താണ്, ചോദ്യാണ്. പിന്നെ ആദ്യത്തേക്ക് വരണം. ഇവിടെ എന്തുണ്ടോ, ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടോ, വിച്ചോ വെന്നോ വോട്ടോ വേറോ പോലത്തെ എന്തെങ്കിലും WH ക്വസ്റ്റ്യൻ ഉണ്ടോ, ഇല്ല. ഇവിടെ എന്താ വന്നിട്ടുള്ളത്, ആറാണ് വന്നിട്ടുള്ളത്. ആറാ ഏത് കാറ്റഗറിയിൽ പെട്ട സാധന, നമ്മളെ ഓക്സിലറി വേർബ് ആണ് അല്ലെ. അതൊന്നും നോക്കണ്ട, WH ക്വസ്റ്റ്യൻ ഇല്ലേ, ഉറപ്പിച്ചു. അത് പിന്നെ എന്താണ്, നേരെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവിടെ ചെറിയൊരു സാധനം നമ്മൾ ഒന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് എഴുതണം, അവൻ ചോദിച്ചു, ഹി ആസ്ക്ഡ്. ഹി ആസ്ക്ഡ്. യെസ് ഓർ നോയിൽ മാത്രം വരുന്ന ഒരു ചെറിയൊരു പൊടിക്കൈ. എന്താണ് ആ പൊടിക്കൈ, വെദർ അല്ലെങ്കിൽ ഇഫ്. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വെദറോ അല്ലെങ്കിൽ ഇഫോ. നമുക്ക് സുഖമായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നത് ഇഫ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് എഴുതിയാൽ മതി, അല്ല വെദർ ആണെന്നുണ്ടെങ്കിൽ വെദർ എഴുതിയാൽ മതി. ലാസ്റ്റ് ഇഫ് എഴുതിയിട്ട് ഇഫ് ക്ലോസ് ഒക്കെ മനസ്സിൽ വന്നിട്ട് ആകെ മൊത്തം കൺഫ്യൂഷൻ ആവരുത്. വെദറോ ഇഫോ ഏതെങ്കിലും രണ്ട് വാക്ക് നമുക്ക് പെട്ടെന്നാണോ മനസ്സിൽ വരുന്നത് അത് എഴുതാം. പിന്നെ അവിടെ താൽക്കാലികം നമ്മൾ ഫസ്റ്റ് എഴുതിയത് വെദറിനാണല്ലോ, അപ്പൊ അത് എഴുതാം. ഹി ആസ്ക്ഡ് വെദർ. പിന്നെന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ ആറിനെ സബ്ജക്റ്റിനെ വേർബിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. വെദർ യു എന്താവും, യു എന്താകും ഹി. വെദർ ഹി ആർ, സോറി ഹി ആണോ. ഒരു പെൺകുട്ടിനോടല്ലേ ചോദിക്കുക, ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിനോടല്ലേ ചോദിക്കുക. അപ്പൊ ആരും വെദർ ഷീ, വെദർ ഷീ. ആറിന്റെ പാസ്റ്റ് എന്താ, വെദർ ആറിന്റെ പാസ്റ്റ് എന്താ,
വേർ ആണ് അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് വെദർ ഷീ വേർ എന്ന് എഴുതാൻ പറ്റുമോ? പറ്റൂല. കാര്യം എന്താ, ഇവിടെ നമ്മളെ ഷീ എന്താണ്, സിംഗുലർ ആണ്. ഷീ ഒറ്റൊരാളല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് എഴുതണം, ഷീ വാസ് എന്ന് എഴുതാം. ഓക്കെ. മറിച്ചിപ്പോ ഇവിടെ നമ്മൾ നേരെ ഒരു പകരം ഷീ എന്നുള്ളതിന് പകരം ദേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വിചാരിച്ചോ, ദേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, വേർ എന്ന് എഴുതാം. കാരണം സബ്ജക്ട് എന്താണ്, പ്ലൂറൽ ആണ്. പക്ഷെ ഇവിടെ നമ്മളെ സബ്ജക്ട് എന്താണ്, സിംഗുലർ ആണ്. സിംഗുലർ ആയ സ്ഥിതിക്ക് നമ്മൾ എന്ത് എഴുതണം, വാസ് എന്ന് എഴുതണം. വെദർ ഷീ വാസ് സിംഗിൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണോ? വേണ്ട. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാ ഇത്ര എഴുതിയത് ഒറ്റ അടിക്ക് വെള്ളത്തിലായി, ഒറ്റ ഫുൾ സ്റ്റോപ്പിൽ അങ്ങ് അവസാനിപ്പിക്കാം. ഓക്കെ. ഇതാണ് WH പിന്നെ യെസ് ഓർ നോയും വരുമ്പോഴുള്ള വ്യത്യാസം. ഒരു എക്സാമ്പിളും കൂടെ ചെയ്യണോ? ആണെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ ചെയ്യണ്ട. ഓക്കെ. ഇതാണ് ഇന്ററോഗേറ്റീവില് WH യെസ് ഓർ നോയും വരുമ്പോഴുള്ള വ്യത്യാസം. ഇനി മൂന്നാമത്തത് ആരാ, നമ്മളെ സ്വന്തം ഇംപെറേറ്റീവ് അല്ലെ. ഇംപെറേറ്റീവ് ആണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇംപെറേറ്റീവ് എന്താണ്, ഒന്നില്ലെങ്കിൽ കമാൻഡ് ആയിരിക്കും, അല്ലെങ്കിലോ റിക്വസ്റ്റ് ആയിരിക്കും. അപ്പോ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ WH ഉണ്ട്, എന്ത് യെസ് ഓർ നോയും ഉണ്ട് അല്ലെ ഇന്ററോഗേറ്റീവില്. അതേപോലെ ഇംപെറേറ്റീവില് കമാൻഡും ഉണ്ട്, റിക്വസ്റ്റും ഉണ്ട്. അപ്പൊ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഇത് റിക്വസ്റ്റ് ആണോ കമാൻഡ് ആണോ എന്നൊക്കെ മനസ്സിലാക്കണം. എക്സാമ്പിൾ, ഒരു ഇംപെറേറ്റീവിലെ കമാൻഡ് ഞാൻ പറയണേ. ഓപ്പൺ ദി ഡോർ. ഇങ്ങനെ നമ്മള് വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണോ പറയുന്നത്? അല്ല, നമ്മൾ അയാളോട് കമാൻഡ് ചെയ്യാണ് അല്ലെ. ഓപ്പൺ ദി ഡോർ, നീ ഡോർ ഓപ്പൺ ചെയ്യൂ, ഓപ്പൺ ദി ഡോർ. പക്ഷേ കമാൻഡ് ആണെന്നുള്ളത് നമുക്ക് എങ്ങനെയാ മനസ്സിലായത്? ഏതായാലും അവസാനം ഫുൾ സ്റ്റോപ്പ് ആണ്. അപ്പൊ ഡിക്ലറേറ്റീവ് സെന്റൻസോ ഇംപെറേറ്റീവ് സെന്റൻസോ ഇത് രണ്ടിൽ ഏതോ ഒന്നാണ്. പക്ഷെ ഇത് ഇംപെറേറ്റീവ് ആണെന്നപ്പോ എങ്ങനെയാ മനസ്സിലായത്? ഓപ്പൺ ദി ഡോർ എന്ന് കണ്ടിട്ട് ഒന്നുമില്ല. ഇംപെറേറ്റീവ് സെന്റൻസിലെ കമാൻഡ് തുടങ്ങുക ഒരു വെർബിലായിരിക്കും. ഓപ്പൺ ദ ഡോർ, ക്ലോസ് ദ ഡോർ, പിന്നെയോ ഗിവ് മീ ദ പെൻ. ഇതൊക്കെ എന്താണ്? കമാൻഡ് ആണ്. കാര്യം തുടങ്ങിയത് എന്തിലാ? വേർബിലാണ് അല്ലെ. ഓപ്പൺ ദി ഡോർ, ക്ലോസ് ദി ഡോർ, ഗിവ് മീ ദ പെൻ ഒക്കെ വേർബിലാണ് തുടങ്ങിയത്. അപ്പൊ അതെന്താണ്? കമാൻഡ് ആണ്. എല്ലാം എന്താണ്? കമാൻഡ് ആണ്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നേരെ റിപ്പോർട്ടിലേക്ക് മാറ്റണം. സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ ചോദ്യം ചോദിച്ചേക്കാണോ? കാര്യം പറഞ്ഞേക്കാണോ? അല്ല, ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? കമാൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ദാ ഷീ കമാൻഡഡ് ദാറ്റ് ആണ് വരിക. അല്ല, ഇംപെറേറ്റീവ് സെന്റൻസ് ആകുമ്പോൾ ഒരു ചെറിയ മാറ്റമുണ്ട്. ദാറ്റിന് പകരം നമ്മൾ ഷീ കമാൻഡഡ് ടു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആലോചിച്ച് വെക്കേണ്ടതാണ്. ഷീ കമാൻഡഡ് ടു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മാറ്റമാണ്. ഇംപെറേറ്റീവിൽ ഏറ്റവും സുഖമുള്ള ഭാഗമാണ് ടു വന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സെന്റൻസ് അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. യാതൊരുവിധ ടെൻഷനും ഇല്ല. ഒന്നിനെ പറ്റി ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഷീ കമാൻഡഡ് ടു ഓപ്പൺ ദി ഡോർ. ഇപ്പൊ ക്ലോസ് ദ ഡോർ ആണെങ്കിലോ ഷീ കമാൻഡഡ് ടു ക്ലോസ് ദ ഡോർ. ഗിവ് ദ പെൻ ആണെങ്കിലോ ഷീ കമാൻഡഡ് ടു ഗിവ് ദ പെൻ. അത് പാസ്റ്റിലേക്കോ ഒന്നിലേക്കോ മാറ്റാം. ടു എന്ന് പറഞ്ഞ സാധനം നമ്മളെ രക്ഷകരാണ്. രക്ഷകൻ ആണ് അല്ലെ. കാരണം ടു വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, യാതൊരുവിധ മാറ്റങ്ങളും വേണ്ട. ആ സെന്റൻസ് അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. ഇനി റിക്വസ്റ്റ് ആണെങ്കിൽ വളരെ സിമ്പിൾ. റിക്വസ്റ്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരു പണിയുമില്ല. കാര്യം എന്താണ്? റിക്വസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകും കൂടെ? നമ്മൾ ഒരാളുടെ എങ്ങനെ റിക്വസ്റ്റ് ചെയ്യാം? എന്തുണ്ടാകും? പ്ലീസ് അല്ലേ. ഓപ്പൺ ദ ഡോർ പ്ലീസ്, ക്ലോസ് ദ ഡോർ പ്ലീസ്, ഗിവ് ദ മെൻ പെൻ പ്ലീസ്, അല്ലെങ്കിൽ പ്ലീസ് ഗിവ് ദ പെൻ. പ്ലീസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായി? പിന്നെ റിക്വസ്റ്റ് ആയി. അപ്പൊ ഒരു മാറ്റവും ഇല്ല. ആകെ ചെറിയൊരു മാറ്റം. ഈ കമാൻഡഡ് എന്നുള്ളത് എന്തായിട്ട് മാറും? റിക്വസ്റ്റഡ് എന്നായിട്ട് മാറും. ബാക്കി അതേപോലെ തന്നെ. എങ്ങനെയാ? ഷീ
requested to open the door. സിമ്പിൾ. ഇംപറേറ്റീവ് ആണ്, ഇംപറേറ്റീവ് ഡിക്ലറേറ്റീവ് ആണ് ഏറ്റവും സിമ്പിൾ. ഇന്ററോഗേറ്റീവ് സിമ്പിൾ ആണല്ലേ, എല്ലാം സിമ്പിൾ ആണല്ലേ. അപ്പൊ എല്ലാം ഒന്നും കോംപ്ലിക്കേറ്റഡ് അല്ല. നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എന്തേ ഉള്ളൂ കോംപ്ലിക്കേറ്റഡ് ആവുള്ളൂ. അപ്പൊ ഡിക്ലറേറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഹി അല്ലെങ്കിൽ ഷീ സെഡ് ദാറ്റ് എന്ന് പറഞ്ഞ നേരെ എന്തിലേക്ക് മാറ്റുന്നു? അതിന്റെ പാസ്റ്റ് ഫോമിലേക്ക് മാറ്റുന്നു. ഇന്ററോഗേറ്റീവ് ആണെങ്കിൽ 2 ഇന്ററോഗേറ്റീവ് ഉണ്ട്, WH ഉണ്ട്, അതുപോലെ എന്തുണ്ട്, യെസ് ഓർ നോയും ഉണ്ട്. WH ആണെന്നുണ്ടെങ്കിൽ എന്ത് വരണം? ആ WH ക്വസ്റ്റ്യൻ അതേപോലെ ആക്കിയിടുക. സബ്ജക്റ്റിനെയും വെർബിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ടെൻസ് മാറ്റി എഴുതുക. മറിച്ച് ഓക്സിലറി ആണെന്നുണ്ടെങ്കിലോ നമ്മൾ വെദറോ ഇഫോ ഉപയോഗിക്കുന്നു. ഇമ്പറേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ടു ഉപയോഗിച്ചിട്ട് കമാൻഡഡ് ടു, റിക്വസ്റ്റഡ് ടു. ഓക്കെ, നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര റെയർ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. സോ നമ്മൾ അതിനെ പറ്റി പറയുന്നില്ല. നമുക്ക് ഇനി കുറച്ച് എന്ത് ചെയ്യാം, എക്സാമ്പിൾസിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് റിപ്പോർട്ട് ദി ഫോളോയിങ്. ആദ്യം സ്പിൽമാൻ പറയുന്നു പ്ലീസ് ഡോണ്ട് ഷൂട്ട്, ഐ എം പോളിഷ്. ഇവിടെ നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് മറുപടി ആയിട്ട് പോളിഷ് ലെഫ്റ്റനന്റ് പറയുന്നുണ്ട് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ ജർമൻ കോർട്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതാ Spillsman എന്താണ്? പ്ലീസ് ഡോണ്ട് ഷൂട്ട്. പ്ലീസ് വന്നതോടുകൂടി എന്തായി? റിക്വസ്റ്റ് ആയി അല്ലെ. റിക്വസ്റ്റഡ് ടു പിന്നെ മാറ്റണോ? ടു വന്നതോട് കൂടിയിട്ട് മാറ്റണ്ട. ടു ഡോണ്ട് ഷൂട്ട്. ആൻഡ് ഐ ആം പോളിഷ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതെന്താണ്? ആൻഡ് ഐ എന്തായി? ആൺകുട്ടിയാണല്ലോ. അപ്പൊ എന്തായിട്ട് മാറും? ഹി ആം എന്തായിട്ട് മാറും? പാസ്റ്റില് ഹി വാസ് പോളിഷ്. ഇനി എക്സ്ക്ലമേഷൻ മാർക്ക് കൊണ്ടിടണോ? വേണ്ട. ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുക. ഇതിനാദ്യം റിപ്ലൈ കൊടുക്കുകയാണ്. ഇതൊരു ചോദ്യമാണ് അല്ലെ. എന്താണ് ഇവിടെ? ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. നേരെ ഫസ്റ്റ് ഭാഗത്തേക്ക് വരുന്നു. എന്തുണ്ട്? ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കണം അതെന്താണ്? WH ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ എഴുതുന്നു എന്ത്? പോളിഷ് ലെഫ്റ്റനന്റ് ആസ്ക്ഡ് അല്ലെ. ആസ്ക്ഡ് ക്വസ്റ്റ്യൻ വേർഡ് ആകുമ്പോൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ഇറക്കി എഴുതണം. വാട്ട് പിന്നെ എന്ത് ചെയ്യണം? സബ്ജക്റ്റിനെയും വേർബിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. വാട്ട് ഹി ഡൂയിങ്ങിന് മുമ്പ് എന്ത് വേണം? വാട്ട് ഹി വാസ് ഡൂയിങ് ഇൻ ദ ജർമൻ കോഡ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇടണോ? ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട അവിടെ തീർന്നു. നേരെ ഫുൾ സ്റ്റോപ്പ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. വീണ്ടും പരോൾ പറയുന്നുണ്ട് വൈ ഡോണ്ട് യു സ്റ്റോപ്പ് യുവർ എക്സ്പെരിമെന്റ്സ് വിത്ത് ബ്ലഡ് ആൻഡ് നാപ്കിൻസ്. അതിന് ബബ്ലു മറുപടി പറയുന്നുണ്ട് ഐ ആം ജസ്റ്റ് ട്രൈങ് ടു ഡു സംതിങ് ഗുഡ് ഫോർ ദ പുവർ വിമൻ ഇൻ വില്ലേജ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മളുടെ പരോള് ചോദിച്ചത് എഴുതണം അല്ലെ. ഓരോ പേരുകളാണിത്. പരൂളാണത്ര. പരൂൽ അല്ലെ. പരൂൽ ചോദിക്കല്ലേ. ക്വസ്റ്റ്യൻ വന്നു. നമ്മൾ നേരെ ഇവിടെ വന്നു. വൈ കണ്ടു. അപ്പൊ എന്താണ്? WH ആണ് അല്ലെ. പരൂൽ ആസ്ക്ഡ് ബബ്ലു. ആരോടാ ചോദിക്കുന്നത്? ബബ്ലുവിനോടാ ചോദിക്കുന്നത് അല്ലെ. അപ്പൊ പരോൾ ആസ്ക്ഡ് ബബ്ലു എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ് അതേപോലെ എഴുതെഴുതുന്നു. വൈ പിന്നെ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. യു സ്റ്റോപ്പ് യുവർ എക്സ്പെരിമെന്റ്സ്. വൈ യു സ്റ്റോപ്പ് ആണ് അല്ലെ. അപ്പൊ നേരം യു എന്തായിട്ട് മാറും? വൈ ഹി സ്റ്റോപ്പ് എന്താകും? സ്റ്റോപ്ഡ്. വൈ ഹി സ്റ്റോപ്ഡ് ഹിസ് experiments with blood and നാപ്കിൻസ്. ഞാൻ അത് ഫുള്ള് എഴുതുന്നില്ല കേട്ടോ. കാരണം സ്പേസ് ഇല്ലാത്തത് മാത്രമല്ല പിന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ആ സാധനം അതേപോലെ എന്ത് ചെയ്യാം? എടുത്തങ്ങ് എഴുതുക എന്നുള്ളതേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചെറിയൊരു ഡൗട്ട് വരും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡോണ്ടില്ലേ. ഡോണ്ട് ഇവിടെ എന്താ വരാത്തത്? ഡിഡ് ആയിട്ട് വരണ്ടേ? ഡിഡ് വന്നില്ലല്ലോ. ഒന്നുമില്ല. സ്റ്റോപ്ഡ് എന്ന് എഴുതിയില്ലേ. സ്റ്റോപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോപ്പ് പ്ലസ് ഡിഡ് ആണ് എന്ത്? സ്റ്റോപ്ഡ്. അപ്പൊ ഇത് പിരിച്ചെഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് എഴുതിയാൽ മതി? ഹി ഡിഡ് സ്റ്റോപ്പ് എന്ന് എഴുതിയാൽ മതി. പക്ഷെ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒറ്റയടിക്ക് സ്റ്റോപ്ഡ് എന്ന് എഴുതിയാൽ മതി. അതിന്റെ ഉള്ളിൽ എന്ത് കിടക്കുന്നുണ്ട്? ഡിഡ് കിടക്കുന്നുണ്ട്. ഓക്കെ.
അതിന് ആര് മറുപടി പറയുന്നുണ്ട്? നമ്മളെ ബബ്ലു മറുപടി പറയുന്നുണ്ട് അല്ലെ. ബബ്ലു എന്താണ് മറുപടി കൊടുക്കാണ് അല്ലെ. ഇപ്പൊ സെഡിന് പകരം മറുപടി കൊടുക്കുക എന്നുള്ളത് എന്താണ്? റിപ്ലൈഡ്. ബബ്ലു റിപ്ലൈഡ് ദാറ്റ് I am just trying to do something good for the poor women in any village. I എന്നെന്താകും? ബബ്ലു ആണാണോ പെണ്ണാണോ? ആണല്ലേ. അപ്പൊ ദാറ്റ് I am എന്താകും? he was trying to. നമ്മളെ പ്രസന്റ് പെർഫെക്റ്റ് എന്തായിട്ട് മാറി? പാസ്റ്റ് പെർഫെക്റ്റ് ആയി. he was trying to do something. ബാക്കി അതേപോലെ എഴുതാം. something good for poor. എന്റെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലായില്ലെങ്കിൽ വെരി സോറി. നിങ്ങൾക്ക് സംഭവം എന്താണെന്നുള്ളത് കൺസെപ്റ്റ് കത്തിയാൽ മതി. ഓക്കെ. ബബ്ലു റിപ്ലൈഡ് ദാറ്റ് he was trying to do something good for poor women and village. അത് അതേപോലെ തന്നെ എന്ത് ചെയ്യാം? ഇറക്കി എഴുതാം. മൂന്നാമത്തെ ചോദ്യം നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം കിങ് ഇതാ നമ്മളുടെ അടുത്ത സാധനം വന്നിട്ടുണ്ട്. കിങ് ഈസ് ദ ഹെർമിറ്റ് ഫാദർ the two hermits പറയുന്നു no, he has left his daughter to welcome the guest and has just gone to സോമാതീർത്ഥ. ഇതാ ഇവിടെയാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ കിങ് എന്താണ്? ചോദ്യം ചോദിച്ചിരിക്കുകയാണ് അല്ലെ. ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടതോടുകൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട് കിങ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ ഫസ്റ്റിലേക്ക് വന്നപ്പോൾ ഈസ് അതാ എന്തില്ല? ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. വാട്ട്, വിച്ച്, വെൻ പോലത്തെ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. അത് ഈസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കണം അത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. WH ആണോ? അല്ല, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പതാ കിങ് ആസ്ഡ് ആരോടാ ചോദിക്കുന്നേ? the two hermits അല്ലെ. കിങ് ആസ്ഡ് the two hermits. യെസ് ഓർണോയിൽ നമ്മൾ ഒരു ചെറിയൊരു പൊടിക്കായി ചേർക്കണം പറഞ്ഞു അല്ലെ. എന്താണ്? വെദർ അല്ലെങ്കിൽ ഇഫ്. താൽക്കാലികം നമ്മൾക്ക് ഇഫ് കൊടുക്കാം. ഇഫ് പിന്നെന്താണ്? ഇഫ് the hermits. ഇത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നു. ഇഫ് the hermits father ഈസ് എന്താകും? was ആകും. if the hermit's father was there. full stop. അങ്ങനെ നമ്മളെ ഹെർമിറ്റുകൾ മറുപടി പറയുന്നുണ്ട്. the two hermits replied that എന്താ റിപ്ലൈ കൊടുക്കുന്നത്? റിപ്ലൈഡ് ദാറ്റ് നോ ആണ് അല്ലെ. നോ വരുമ്പോ എന്താണ്? അതൊരു നെഗറ്റീവ് അർത്ഥമല്ലേ വരുന്നത്. അപ്പൊ ഈ റിപ്ലൈഡിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? റിപ്ലൈഡ് നെഗറ്റീവ്ലി നമുക്ക് കൊടുത്താൽ മതി കേട്ടോ. നോ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ റിപ്ലൈഡ് എന്ത് ചെയ്താൽ മതി? നെഗറ്റീവ്ലി നമുക്ക് കൊടുത്താൽ മതി. റിപ്ലൈഡ് നെഗറ്റീവ്ലി ദാറ്റ് എന്താണ്? ഹീക്ക് മാറ്റം വരുമോ? ഇല്ല. ഹി ഹാസ് എന്താകും? ഹാസിന്റെ പാസ്റ്റ് എന്താ? ഹാഡ് അല്ലെ. ഹി ഹാഡ്. ലെഫ്റ്റിന് മാറ്റം വരുമോ? ഇല്ല. സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റിൽ ഓൾറെഡി എന്ത് തന്നെയാണ് വന്നത്? ഇത് തന്നെയാണ് വന്നത്. ഹാഡ് left his daughter to welcome the guest and has അവിടെ has എന്താകും? ഈ has എന്തായിട്ട് മാറും? had ആയിട്ട് മാറും. had just gone to സോമതീർത്ഥ. ഓക്കെ. ഇത്രേ ഉള്ളൂ നമ്മളുടെ 3 ക്വസ്റ്റ്യനും. ഇതൊന്നുകൂടി നിങ്ങൾ ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് സംഭവം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഇത്ര മാത്രമാണ് നമ്മളുടെ റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആണ്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഈ കാര്യങ്ങൾ, ഈ മാറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ വേർഡ്സിൽ വരുന്ന മാറ്റങ്ങൾ, ഓരോ സെന്റൻസിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ വളരെ പുഷ്പം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 മാർക്ക് ഷുവർ ആണ്. ഓക്കെ, താങ്ക് യു. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ നോട്ട്സ്, വർക്ക്ഷീറ്റ്സ് എല്ലാം നമ്മുടെ താഴെയുള്ള ലിങ്കിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നീ കൊടുക്കണം കേട്ടോ. പറയണോ?